നമസ്കാരം സുഹൃത്തുക്കളെ, ചില സംഖ്യകളുടെ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. റൂട്ട് ഓഫ് 25, 25ന്റെ റൂട്ട്, ഇത് നമുക്കറിയാം, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 × 5, 5 × 5 25. റൂട്ട് മാറ്റാനായിട്ട് ഒരു 5 പുറത്തേക്ക് അങ്ങ് വന്നാൽ മതി. അപ്പോൾ റൂട്ട് 25 എന്ന് പറഞ്ഞത് 5ആണ്. 5നെ 2 തവണ ഗുണിക്കുമ്പോൾ 25 കിട്ടും. അതുകൊണ്ട് 25 എന്നുള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെയുള്ള സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഈ മാർഗം അവലംബിക്കാം. അടുത്ത ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് 36. 36 എന്നുള്ളത് 6ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6 × 6 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതുകൊണ്ട് 36ന്റെ റൂട്ട് 6 ആണ്. റൂട്ട് ഓഫ് 6 × 6 എന്ന് പറഞ്ഞാൽ റൂട്ട് മാറ്റാനായിട്ട് അതിൽ ഒരു 6 വെളിയിൽ എടുത്താൽ മതി. റൂട്ട് 49ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് 49 7 × 7 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. റൂട്ട് ഓഫ് 7 × 7 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം. പക്ഷേ റൂട്ട് ഓഫ് 26 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രയാസമാണ്. നമുക്ക് കാൽക്കുലേറ്ററിലൊക്കെ അടിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്താൽ എക്സാക്റ്റ് വാല്യൂ കിട്ടുകയും ചെയ്യും. എന്നാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കാൽക്കുലേറ്റർ കാണണമെന്നില്ല. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഇല്ലാതെ മനക്കണക്കിൽ ചില PSC ടെസ്റ്റുകൾക്കും മറ്റും നമ്മൾ ഇരിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ 26ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. അതിങ്ങനെയാണ്: റൂട്ട് ഓഫ് 25 + 1 എന്നെഴുതുക. ആദ്യം ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സമ്മായിട്ടും അതിനുശേഷം വരുന്ന സംഖ്യ ബാക്കിയായിട്ടും പ്ലസ് ഇട്ട് എഴുതുക. റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണെന്നറിയാം. 5 പ്ലസ്, ഇനി 1ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗം ഉണ്ട്. 1/10 എന്നെടുത്താൽ മതി. 1/10. അപ്പോൾ 5 പ്ലസ് 1/10 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 0.1 ഈക്വൽ ടു 5.1. അപ്പോൾ 26ന്റെ റൂട്ട് 5.1. ഇനി എങ്ങനെ 27ന്റെ റൂട്ട് കണ്ടുപിടിക്കും? ഈ പറഞ്ഞതുപോലെ നമുക്ക് എഴുതാം. റൂട്ട് ഓഫ് 25 + 2. അപ്പോൾ നമുക്ക് റൂട്ട് 25 5 ആണ്. 5 + 2നെ എങ്ങനെ എഴുതണം? 2/10 എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 + 0.2 എന്ന് കിട്ടും. ഈക്വൽ ടു എന്താണ്? 5.2. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കൃത്യമായ വാല്യൂ അല്ല, ഏകദേശം. റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് ഏകദേശം 5.2 ആയിരിക്കും. അങ്ങനെ പറയാനേ പറ്റും. എക്സാക്റ്റ് വാല്യൂ വേണമെന്നുള്ളവർ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 28 ഈക്വൽ ടു റൂട്ട് ഓഫ് 25 + 3. ഇവിടെയും റൂട്ട് ഓഫ് 25 5 ആണ്. 5 + 3/10 എടുക്കുമ്പോൾ 5 + 0.3 കിട്ടും. ഈക്വൽ ടു 5.3. നമുക്ക് 36 അറിയാം. ഇനി 37 എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ഇതുപോലെ നമുക്ക് മുകളിൽ എഴുതിയതുപോലെ ഇവിടെ എഴുതണം. 36 + 1. 36ന്റെ റൂട്ട് 6 എന്നറിയാം. 6 + 0.1 ഈക്വൽ ടു 6.1. അപ്പോൾ റൂട്ട് ഓഫ് 37 എന്ന് പറയുന്നത് ഏകദേശം 6.1 ആയിരിക്കും. ഇനി 38. റൂട്ട് 38നെ നമുക്ക് റൂട്ട് ഓഫ് 36 + 2 എന്ന് എഴുതാം. 36ന്റെ റൂട്ട് 6 ആണ്. പ്ലസ് ഈ 2ന് പകരം 2/10 എന്ന് എഴുതണം. ഈക്വൽ ടു 6 + 0.2. 2/10 എന്ന് പറയുന്നത് 0.2 ആണ്. ഈക്വൽ ടു 6.2. ഇനി അടുത്ത റൂട്ട് 40. റൂട്ട് 40 എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 36 + 4 എന്ന് എഴുതാം. ഈക്വൽ ടു 36ന്റെ റൂട്ട് 6 എന്നറിയാം. പ്ലസ് 4/10 ഈക്വൽ ടു 6 + 0.4 ഈക്വൽ ടു 6.4. അതായത് റൂട്ട് 40യുടെ ഏകദേശം റൂട്ട് എന്ന് പറയുന്നത് 6.4 ആയിരിക്കും. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ തന്നെ ചെയ്തു. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.